ജനറേഷനും ഇഷ്ടപ്പെടുന്ന സംഭവമുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ എണ്ണം കൂടിയത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ന്യൂ ജനറേഷൻ നമ്മൾ ജനം വിശ്വസിപ്പിക്കുന്നത് കുറേ തമാശകൾ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുതുമയുള്ള കുറേ ആഷ് ബുഷ് അങ്ങനെയുള്ള ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, സബ്ജക്റ്റിലാണ് അതിൻ്റെ ഒരു ജനറേഷന് ഫീൽ ചെയ്യിക്കുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവണം. ഇത് ശരിക്ക് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് അതിൻ്റെ കണ്ടൻറ്റുകൾ ഈ സബ്ജക്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇന്നൊരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും മിക്സ് ചെയ്തൊരു മിക്സഡ് ജനറേഷനാണ് ഈ പടം. ജനങ്ങൾ കുറേ നാളുകളായിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലത്ത് വെച്ചിട്ടും എനിക്ക് വരുന്ന മെസ്സേജുകളിലും എനിക്ക് വരുന്ന എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നതിലും പലതും എന്നെ കുറേ നാളുകളായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ഹരിശ്രീ അശ്വൻ ദിലീപായിട്ടൊരു സിനിമ വരാത്തത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്നല്ലോ, കാര്യസ്ഥം വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ്റ്റർ മരുമോൻ വന്നു. അതൊന്നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മീശമാധവൻ്റെ പഞ്ചാബി ഹൗസൊക്കെ പോലത്തെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ വരാത്ത എന്താണ്? അതിന് ആ ചോദ്യത്തിനൊരു മറുപടിയാണ് ഈ സിനിമ. അതങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഒത്തു വരണ്ടേ? അല്ല, അതുപോലെ സിനിമ വന്നാലല്ലേ, ഒരു കഥ വന്നാലല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സിനിമ കഥയുണ്ടായി ഒരു സിനിമ ഉണ്ടാകുന്നു. ഹരിശ്രീ അശ്വനും ദിലീപുമായിട്ടുള്ളൊരു സിനിമ ഉണ്ടായി. അത് ജനങ്ങൾ കാത്തിരുന്ന ഒരു സിനിമയായിട്ട് തന്നെ കരുതുന്നു. ഇപ്പോഴും തന്നെ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അനൗൺസ് ചെയ്ത സമയം തുടങ്ങി തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജും കോൾസും വരുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ സിനിമ കാണാനായിട്ട്. അപ്പോൾ ഹരിശ്രീ അശ്വനും ദിലീപും തമ്മിലുള്ള കോമ്പിനേഷൻ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ള അതിൻ്റെ ഒരു വലിയ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതിന് അവർ ചോദിക്കുന്ന ആ ചോദ്യത്തിനോ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിനോ മറുപടി ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമ. അമ്പരന്ന് പോകുന്ന ചില സംഭവങ്ങളാണത്. കാരണം നമ്മളറിയാം, വോഡാഫോണിൻ്റെ സൂസു എന്ന് പറയുന്ന ആ മുട്ടത്തൊണ്ട് പോലത്തെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതും, പിന്നെ ഷാരൂഖ് ഖാനെ വെച്ചിട്ടും, പിന്നെ അതുപോലെ തന്നെ മറ്റേ സച്ചിൻ തെണ്ടുൽക്കറെ വെച്ചിട്ടൊക്കെ ആഡ് ചെയ്യുന്ന പ്രകാശ് വർമ്മയാണ് ഇതിൽ തന്നെ ഒരു വൺ പാർട്ട്ണർ പ്രൊഡ്യൂസറിൽ. ആ പ്രകാശ് വർമ്മയാണ് ആ ആഡ്, ആ പ്രൊമോ സോങ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ക്രൂസ് കംപ്ലീറ്റ് വന്നിട്ടാണ് ആ ഷൂട്ട്. എനിക്ക് വളരെ അത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര റിലാക്സ്ഡാണ് അവർ ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്കൊരു ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ഇതെന്താ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത്. പക്ഷെ ടോട്ടാലിറ്റിയിൽ എന്തോ ഒരു ഭയങ്കര എന്തോ 1.5 ലക്ഷം കമൻറ്റ്സ് തന്നെ അതിന് വന്നു. ആ പടത്തിന് ലൈക്സ് തന്നെ 1 ലക്ഷത്തിന് മേലേറ്റ് വന്നു. പലരും വിളിച്ച് ചോദിച്ചത് എൻ്റെ കൂട്ടുകാർ, ആരാ അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രമോ സോങ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ പറഞ്ഞപ്പോൾ ലാൽ പറഞ്ഞു, അത് നിങ്ങൾ തന്നെ എടുക്കണം, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തം കൂടി പടത്തിലുണ്ടാകുന്നത്. അതൊക്കെ ഒരു പറഞ്ഞില്ല, ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്കൊരു അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ കൊണ്ട്, അദ്ദേഹം ഒരു ആഡ് മേക്കറാണ്, എന്നാലും അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രമോ സോങ് വരുന്നത് തന്നെ. ഞാനത് അതെ ആയിരിക്കും ആണ് എന്ന് തന്നെ പറയാം ശരിക്ക്. കാരണം എന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ദിലീപ് കോമ്പിനേഷൻ്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എനിക്കങ്ങനെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട് നമുക്ക് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന. ലാൽ ജോസ്, ജോഷി സാറ്, ദിലീപ്, പിന്നെ അതുപോലെ സിബി ഉദയന്മാർ, ബെന്നി, അല്ലെങ്കിൽ റാഫി മെക്കാട്ടിൻ, ഷാഫി, അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സും നമുക്കത് അങ്ങനെ കുറച്ച് സിനിമകൾ നമ്മളിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ കാത്തിരുന്നിട്ടൊക്കെ അല്ലാതെ വരുന്ന സിനിമകളോട് കുറച്ച് സിനിമകളിങ്ങനെ വന്നപ്പോഴും നമുക്ക് മാനസികമായിട്ട് അത്ര ഒന്നുമില്ലാത്ത സിനിമകളായിരുന്നു. അങ്ങനെ കുറേ സിനിമകൾ ഞാൻ വിട്ടു, അല്ലാത്ത സിനിമകൾ. കാരണം ഒന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് നല്ലൊരു വേഷം വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയായിരിക്കണം. ഇതങ്ങനെയും 2 വിധത്തിലല്ലാത്ത സിനിമകൾ വന്നപ്പോൾ ഞാനിങ്ങനെ കുറച്ചാൾ വേണ്ടാന്ന് വെച്ചു. ഇപ്പം നമ്മളൊരു സിനിമ അല്ലെങ്കിൽ 10 സിനിമ ചെയ്തില്ല എന്നും പറഞ്ഞ് നമ്മളില്ലാതാകുന്നൊന്നുമില്ല. നമ്മളൊരു കലാകാരൻ എന്ന സാധനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെപ്പോഴും വേണമെങ്കിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ലാലുവിൻ്റെ ഒരു പടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ല, ചേട്ടാ നമുക്കിങ്ങനെ പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടിയും ചാക്കോച്ചൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് തന്നെ. സബ്ജക്റ്റ് ഞാൻ കേട്ടു, ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ട് തന്നു, ഞാൻ വായിച്ചു. അത് നമ്മുടെ സിന്ധുരാജ്, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ചില സംഭവങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ചെറിയ അറിവുകൊണ്ടായിരിക്കും ചില സിനിമകൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് ഹിറ്റാണ് എന്ന് പറയും. കഥ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹിറ്റാണെന്ന് പറഞ്ഞൊരു പടമാണ് സിന്ധു. കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഹിറ്റാണ്, ദൈവം ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞു, ഇത് ഹിറ്റാണ്. പിന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് തരുന്നത്.
അത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഹിറ്റ് തന്നെ, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിന്ധുരാജിൻ്റെ സ്ക്രിപ്റ്റ് ലാൽ ജോസ് ചെയ്തപ്പോഴാണ് ഞാൻ ചാക്കോച്ചൻ്റെ കൂടെ കുറേ നാളുകൾക്ക് ശേഷം ചാക്കോച്ചനോട് അഭിനയിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. എനിക്ക് വളരെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത പടമാണ് എല്ലാവരും ഇട്ടേ. കാരണം അഭിനയിക്കുന്നവർ മാത്രമല്ല, ടെക്നീഷ്യന്മാരൊക്കെ ചോര് ഭയങ്കര മഴയത്ത് ഫുൾ ആ പുഴയിലാണ് ഷൂട്ടിങ്. അത്രയും കഷ്ടപ്പെട്ട പടമാണ്. അതിനുശേഷം ലാലു തരുന്ന മറ്റൊരു വേഷമാണത്. ഇതും ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വളരെ വിശ്വാസമുണ്ട്. ഇത് ഹിറ്റ് തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരു കുടുംബചിത്രമാണല്ലോ. പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ കുടുംബചിത്രമാണ്. കാരണം അതിൻ്റെ അകത്ത് ഹീറോയിൻ്റെ അമ്മ, അവരുടെ അവസ്ഥ, ഹീറോയിൻ്റെ വീടിൻ്റെ അവസ്ഥ, നേരെ പറയുന്ന ചാക്കോച്ചൻ്റെ വീടിൻ്റെ അവസ്ഥ, അമ്മ, എല്ലാവർക്കും അതിൻ്റേതായ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒട്ടും വ്യത്യാസമില്ല. അപ്പോൾ ആ ഒരു കുടുംബചിത്രം കഴിഞ്ഞപ്പോൾ ഡിഫറൻ്റായിട്ട് വേറെ സബ്ജക്റ്റ് ചെയ്യുന്നു. ഇതൊരു ആഡ് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥ. അത് അയാളുടെ കല്യാണം നിശ്ചയിച്ചിട്ട് ഒരു 7 ദിവസമുള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു 7 ദിവസം സംഭവം. അത് എല്ലാം ഒരേ ടൈപ്പ് ആവണ്ടല്ലോ. ഇപ്പോൾ കുടുംബചിത്രങ്ങൾ മീശമാധവൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇമ്മാനുവൽ പക്കാ കുടുംബചിത്രമല്ലേ. അതിനുശേഷം പിന്നെ പുള്ളി ചെയ്തത് ഈ പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടിയും കുടുംബചിത്രമല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറി വേറൊരു സംഭവം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ എന്തോ ഒരു ഭയങ്കര ഡിഫറൻ്റായ സബ്ജക്റ്റാണ് ലാലു ചെയ്യാൻ പോകുന്നത്. 110%. അതായത് ഇതിൻ്റെ അകത്ത് ഒരു അശ്ലീലത്തിൻ്റെ അക്ഷരമുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ സിനിമ അഭിനയം നിർത്തും. അത്രയ്ക്ക് ഗംഭീരമുള്ള അസഭ്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ക്ലീൻ ഫാമിലിക്ക് കയറിയിരുന്ന് കാണാവുന്ന ഉഗ്രൻ സിനിമയാണ്. ഒരു അസഭ്യങ്ങളോ അസഭ്യ വാക്കുകളോ അശ്ലീല രംഗങ്ങളോ അശ്ലീല ചുവയുള്ള വാക്കുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിനിമയാണത്. അത് വേഷത്തിലാണെങ്കിലും ഭാഷയിലാണെങ്കിലും. ഇതൊരു 7 സുന്ദരമായ രാത്രികളായി പറയുന്ന ഒരു സുന്ദര സിനിമ തന്നെയാണ്. ലാൽ ജോസിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഫാമിലികൾ വളരെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തായിരുന്നു അറിയാമോ? റിപ്പീറ്റഡ് ഓഡിയൻസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഫുൾ സിനിമ ഞാൻ കണ്ടതാണ് റിലീസിങ്ങിന് മുമ്പ്. നമുക്ക് കൊതി തോന്നുന്ന ഒരു സിനിമയായിരിക്കും. ഇനി ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഇത് കാണാനായിട്ടുള്ളൊരു കൊതിയിലാണ് ഞാനിപ്പോൾ. ഓഡിഷൻ നടുക്കിരുന്നിട്ട് അവരുടെ ചിരിയും അവരുടെ കയ്യടികളും അവരിറങ്ങിപ്പോകുമ്പോൾ നല്ല സിനിമ എന്ന് പറയുന്നത് കേൾക്കാനും കൊതിച്ചിരിക്കുകയാണ് ഞാൻ തിയേറ്ററിൽ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്.